വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ചൈതന്യ ചരിതാമൃതം ആദിലീല അധ്യായം 11. നിത്യാനന്ദ പ്രഭുവിൻ്റെ വിസ്തരണങ്ങൾ. ശ്ലോകം 33 മുതൽ 40 വരെ. ശ്ലോകം 33. നവദ്വീപേ പുരുഷോത്തമ പണ്ഡിത മഹാശയാം നിത്യാനന്ദ നാമേയാൻ രാം മോഹൻ മാധഹയാം. നവദ്വീപേ പുരുഷോത്തമ പണ്ഡിത മഹാശയാം നിത്യാനന്ദ നാമേയാൻ രാം മഹോന്മാദാധയാം. നവദ്വീപേ പുരുഷോത്തമ പണ്ഡിത മഹാശയാം നിത്യാനന്ദ നാമേ യാൻ രാം മഹോന്മാദയാഹയാം. സുഖേഷ് പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. നവദ്വീപേ പുരുഷോത്തമ പണ്ഡിത മഹാശയ നിത്യാനന്ദ നാമേ യാന്ത മഹോത്മാദഹയ. പ്രധാന പദാർത്ഥം: നവദ്വീപേ പുരുഷോത്തമ, നവദ്വീപിലെ പുരുഷോത്തമൻ, പണ്ഡിത മഹാശയ മഹാപണ്ഡിതൻ, നിത്യാനന്ദ നാമേ നിത്യാനന്ദ പ്രഭുവിന്റെ നാമത്തിൽ, യാന്ത ആരുടെ, മഹാ ഉന്മാദ അത്യന്തം അഷ്ടോന്മാദത്തിൽ, ഹയ ആയിത്തീരുന്നു. വിവർത്തനം ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. നവദ്വീപ് വാസിയായിരുന്ന പുരുഷോത്തമ പണ്ഡിതൻ 8ാമത്തെ ഗോപാലനായിരുന്നു. നിത്യാനന്ദ പ്രഭുവിന്റെ നാമം കേൾക്കുന്ന മാത്രയിൽ അദ്ദേഹം ഏറെക്കുറെ ഉന്മത്തനായി തീരുമായിരുന്നു. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. പുരുഷോത്തമ പണ്ഡിതൻ നവദ്വീപിലാണ് ജനിച്ചതെന്നും നിത്യാനന്ദ പ്രഭുവിന്റെ ഒരു മഹാഭക്തനായിരുന്നെന്നും ചൈതന്യ ഭാഗവതത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. 12 ഗോപാലന്മാരിൽ ഒരുവൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പൂർവ്വനാമം സ്തോകകൃഷ്ണൻ എന്നായിരുന്നു. ഹരേ കൃഷ്ണ. 34. ബലരാമദാസ കൃഷ്ണ പ്രേമാരസാവാദി നിത്യാനന്ദ നാമേ ഹയ പരമ ഉന്മാദി. ബലരാമദാസ കൃഷ്ണ പ്രേമ രസാവാദി രസാസ്വാദി നിത്യാനന്ദ നാമേ ഹയ പരമാൻ ഉന്മാദി. ബലരാമദാസ കൃഷ്ണ പ്രേമ രസാസ്വാദി നിത്യാനന്ദ നാമേ ഹയ പരമ ഉന്മാദി. പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. പ്രധാനപതി വർത്തനം. ബലരാമദാസൻ കൃഷ്ണപ്രേമരസ, കൃഷ്ണപ്രേമത്തിൽ എപ്പോഴും മഗ്നനായിരിക്കുകയെന്ന അമൃത് ആസ്വദിച്ചു. നിത്യാനന്ദ നാമി, നിത്യാനന്ദന്റെ നാമത്തിൽ, ഹയ ആയിത്തീർന്നു. പരമമായ ഉന്മാദാവസ്ഥ. വിവർത്തനം ശീല പ്രഭുപാദ് കി ജയ്. ബലരാമദാസൻ എല്ലായ്പ്പോഴും കൃഷ്ണപ്രേമരസം പൂർണ്ണമായി രുചിച്ചു. നിത്യാനന്ദ പ്രഭുവിന്റെ നാമം ശ്രവിക്കുന്ന മാത്രയിൽ അദ്ദേഹം അത്യന്തം ഉന്മത്തനാകുമായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 35. മഹാഭാഗവതാം യദുനാഥ കവിചന്ദ്രാം യൻഹര ഹൃദയ നൃത്യകരേ നിത്യാനന്ദാം. മഹാഭാഗവതാം യദുനാഥ കവിചന്ദ്രാം യൻഹര ഹൃദയ നൃത്യകരേ നിത്യാനന്ദാം. മഹാഭാഗവത യദുനാഥ കവിചന്ദ്രാം യൻഹര ഹൃദയ നൃത്യകരേ നിത്യാനന്ദാം. രമണിമാജി. ഹരേ കൃഷ്ണ പ്രഭു. പ്രധാന പദാർത്ഥം: മഹാഭാഗവത മഹാഭക്തൻ, യദുനാഥ കവിചന്ദ്രൻ, യാൻഹാര ആരുടെ, ഹൃദയത്തിൽ, നൃത്തത്തിൽ, കരേ ചെയ്യുന്നു, നിത്യാനന്ദ പ്രഭു. വിവർത്തനം ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. യദുനാഥ കവിചന്ദ്രൻ ഒരു മഹാഭക്തനായിരുന്നു. നിത്യാനന്ദ പ്രഭു എല്ലായ്പ്പോഴും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നൃത്തം ചെയ്തു. ഭാവാർത്ഥം ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. രത്നഗർഭ ആചാര്യൻ എന്ന ഒരാൾ ചൈതന്യ മഹാപ്രഭുവിന്റെ പിതാവിന്റെ സുഹൃത്തായിരുന്നുവെന്ന് ചൈതന്യ ഭാഗവതം മധ്യഖണ്ഡം പ്രഥമാധ്യായത്തിൽ പറയുന്നു. അവർ ഒരേ ഗ്രാമത്തിലാണ് ജീവിച്ചിരുന്നത്. രത്നഗർഭ ആചാര്യന് 3 പുത്രന്മാരുണ്ടായിരുന്നു: കൃഷ്ണാനന്ദൻ, ജീവൻ, യദുനാഥ, കവിചന്ദ്രൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 36. രാധേയാണ്ട ജന്മ കൃഷ്ണദാസ ദ്വിജവരാം ശ്രീ നിത്യാനന്ദേരതേൻഹോ പരമാ കിങ്കരാം. രാധേയാണ്ട ജന്മാം കൃഷ്ണദാസാം ദ്വിജവരാം ശ്രീ നിത്യാനന്ദേരതേൻഹോ പരമാ കിങ്കരാം. രാധേയാണ്ട ജന്മാം കൃഷ്ണദാസ ദ്വിജാവരാം
श्री नित्यानंदेर तेन्हो परमा किंकरा. गीतामाजी അൺമ്യൂട്ട് ചെയ്യണം, മ്യൂട്ടാണ്. അൺമ്യൂട്ടിലാണ്. ഇപ്പം ശരി, വീണ്ടും മ്യൂട്ടായി. ഇപ്പോഴോ? ശരി. രാടെ പശ്ചിമ ബംഗാളിൽ യാൻഡ ആരുടെ ജന്മം കൃഷ്ണദാസൻ വിജവര ശ്രേഷ്ഠ ബ്രാഹ്മണൻ ശ്രീ നിത്യാനന്ദ പ്രഭുവിന്റെ തേൻഹോ അദ്ദേഹം പരമ ഒന്നാന്തരം കിങ്കര ദാസൻ. വിവർത്തനം: ബംഗാളിൽ നിത്യാനന്ദ പ്രഭുവിന്റെ 21ാമത്തെ ഭക്തൻ അവിടുത്തെ പരമസേവകനായിരുന്ന കൃഷ്ണദാസ ബ്രാഹ്മണനായിരുന്നു. ഭാവാർത്ഥം: ശില ഭക്തിവേദാന്ത സ്വാമി ശില പ്രഭുപാദ് മഹാരാജ് കി ജയ്. ഈ ശ്ലോകത്തിലെ രാധ എന്ന പദം ബംഗാളിലെ ഗംഗാനദി പ്രവഹിക്കാത്ത പ്രദേശമായ രാഢദേശത്തെ പ്രതിപാദിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 37 काला कृष्णदास बड़ा वैष्णवेर प्रधान नित्यानंद चंद्र विनु नहीं जाने आना. काला कृष्णदास बड़ा वैष्णव प्रधान नित्यानंद चंद्र विनु नहीं जाने आना. काला कृष्णदास बड़ा वैष्णव प्रधान नित्यानंद चंद्र विनु नहीं जाने आना. सुपुष्पो. ഹരേ കൃഷ്ണ. हरे कृष्ण. കാല കൃഷ്ണദാസ ബട വൈഷ്ണവ പ്രധാന നിത്യാനന്ദ ചന്ദ്ര വിനു നാഹി ജാനേ ആന. പ്രധാന പദാർത്ഥം: കാല കൃഷ്ണദാസൻ, ബട വലിയ, വൈഷ്ണവ പ്രധാനൻ, നിത്യാനന്ദ പ്രഭു, വിനു ഒഴികെ, നാഹി ജാനെ അറിയില്ലായിരുന്നു, ആന മറ്റെന്തെങ്കിലും. വിവർത്തനം: ശീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. നിത്യാനന്ദ പ്രഭുവിന്റെ 22ാമത്തെ ഭക്തൻ 9ാമത്തെ ഗോപബാലനായിരുന്ന കാല കൃഷ്ണദാസനായിരുന്നു. വൈഷ്ണവോത്തമനായിരുന്ന അദ്ദേഹത്തിന് നിത്യാനന്ദ പ്രഭുവിന് ഉപരിയായി ഒന്നും തന്നെ അറിയുമായിരുന്നില്ല. ഭാവാർത്ഥം: ശ്രീല ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. കാലിയ കൃഷ്ണദാസൻ എന്നുകൂടി അറിയപ്പെട്ടിരുന്ന കാല കൃഷ്ണദാസൻ മുമ്പ് ലവംഗൻ എന്ന ഗോപബാലനായിരുന്നെന്ന് ഗൗരഗണോദശ ദീപികയിൽ 132 പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം 12 ഗോപബാലന്മാരിൽ ഒരുവനായിരുന്നു. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ അദ്ദേഹത്തിന്റെ അനുഭാഷത്തിൽ എഴുതുന്നു: കാലിയ കൃഷ്ണദാസിന്റെ ആസ്ഥാനം വർദ്ധമാൻ ജില്ലയിലെ കട്വ പോസ്റ്റ് ഓഫീസിന്റെയും പോലീസ് സ്റ്റേഷന്റെയും അധികാര പരിധിയിൽ വരുന്ന ആഗായി ഹാഡ എന്ന ഗ്രാമമായിരുന്നു. നവദ്വീപിലേക്കുള്ള പാതയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആഗായി ഹാഡയിൽ എത്താൻ കട്വ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ലൈനിൽ ബ്യാൻഡേൽ സ്റ്റേഷനിൽ നിന്ന് 2 മൈൽ പോകണം. അല്ലെങ്കിൽ ഡാനി ഹാഡ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് 1 മൈൽ പോകണം. ആഗായി ഹാഡ ഗ്രാമം വളരെ ചെറുതാണ്. ചൈത്രമാസത്തിലെ വാരുണി നാളിൽ അവിടെ കാല കൃഷ്ണദാസന്റെ അന്തർധാന ദിനത്തിന്റെ സ്മരണോത്സവം നടക്കാറുണ്ട്. ഹരേ കൃഷ്ണ. हरे कृष्ण. 38 श्री सदाशिव कविराजा बड़ा महाशया श्री पुरुषोत्तम दासा तान्हारा तनया. श्री सदाशिव कविराजा बड़ा महाशया श्री पुरुषोत्तम दासा तान्हारा तनया. श्री सदाशिव कविराजा बड़ा महाशया श्री पुरुषोत्तम दासा तान्हारा तनया. निरांबर प्रभु. പ്രധാന പദവിവർത്തനം: ശ്രീ സദാശിവ കവിരാജ ബഡ വലിയ, മഹാശയ ശ്രീ പുരുഷോത്തമദാസൻ, താൻഹാര തനയ അദ്ദേഹത്തിന്റെ പുത്രൻ. വിവർത്തനം: ശീല പ്രഭുപാദ് കി ജയ്. നിത്യാനന്ദ പ്രഭുവിന്റെ 23ാമത്തെയും 24ാമത്തെയും പ്രമുഖ ഭക്തന്മാർ സദാശിവ കവിരാജനും അദ്ദേഹത്തിന്റെ പുത്രനും 10ാമത്തെ ഗോപാലനുമായിരുന്ന ശ്രീ പുരുഷോത്തമനുമായിരുന്നു. ഹരേ കൃഷ്ണ പ്രഭു. हरे कृष्ण. 39 आजन्म निमग्ना नित्यानंदेर चरणे निरंतरा बाल्यलीला करे कृष्ण सने. आजन्म निमग्ना नित्यानंदेर चरणे निरंतरा बाल्यलीला करे कृष्ण सने. आजन्म निमग्ना नित्यानंदेर चरणे
നിരന്തര ബാല്യലീലാകരേ കൃഷ്ണസനേ. രമണി മാജി. ഹരേ കൃഷ്ണ പ്രഭു. പദാനുപദാർത്ഥം. ആ ജനനം മുതൽ നിമഗ്ന ലയിച്ച് നിത്യാനന്ദന്റെ ചരണേ പാദങ്ങളിൽ നിരന്തര എല്ലായ്പ്പോഴും ബാല്യകാല ലീല അരയെത്തേതു കൃഷ്ണസനെ കൃഷ്ണനോടൊപ്പം. വിവർത്തനം ശ്രീ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. പുരുഷോത്തമദാസൻ ജനനം മുതൽ തന്നെ നിത്യാനന്ദ പ്രഭുവിന്റെ സേവനത്തിൽ നിമഗ്നനായിരുന്നു. അദ്ദേഹം എല്ലായ്പ്പോഴും കൃഷ്ണനുമൊത്ത ബാല്യകാല ലീലകളിൽ മുഴുകുകയും ചെയ്തിരുന്നു. ഭാവാർത്ഥം ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ തന്റെ അനുഭാഷ്യത്തിൽ എഴുതുന്നു, പിതാവും പുത്രനുമായിരുന്ന സദാശിവ കവിരാജനും നാഗര പുരുഷോത്തമനും ചൈതന്യ ഭാഗവതത്തിൽ മഹാഭാഗ്യവാന്മാർ എന്നാണ് വിളിക്കപ്പെട്ടിരിക്കുന്നു. അവർ വൈദ്യ സമുദായത്തിൽപ്പെട്ടവരാണ്. കൃഷ്ണന്റെ പ്രിയ ഗോപികയായിരുന്ന ചന്ദ്രാവലി പിന്നീട് സദാശിവ കവിരാജനായി ജന്മമെടുത്തുവെന്ന് ഗൗരഗണോദ്ദേശ ദീപിക 156 ശ്ലോകത്തിൽ പറയുന്നു. സദാശിവ കവിരാജന്റെ പിതാവ് കംസാരിസേനൻ മുമ്പ് ശ്രീകൃഷ്ണ ലീലകളിൽ രത്നാവലി എന്ന ഗോപികയായിരുന്നുവെന്ന് 194-ാമത്തേതിലും 200-ാം ശ്ലോകങ്ങളിലും പറയുന്നു. സദാശിവ കവിരാജന്റെ കുടുംബാംഗങ്ങളെല്ലാം ചൈതന്യ മഹാപ്രഭുവിന്റെ മഹാഭക്തന്മാരായിരുന്നു. പുരുഷോത്തമദാസ ഠാക്കൂർ ചിലപ്പോൾ ചാകദഹ, ടിമുരാലി എന്നീ റെയിൽവേ സ്റ്റേഷനുകൾക്ക് സമീപമുള്ള സുഖസാഗരത്തിൽ താമസിച്ചിരുന്നു. പുരുഷോത്തമദാസ ഠാക്കൂർ പ്രതിഷ്ഠിച്ച എല്ലാ വിഗ്രഹങ്ങളും മുമ്പ് ബെലെ ഡാങ്കോ ഗ്രാമത്തിലായിരുന്നു. പക്ഷേ ക്ഷേത്രം നശിച്ചപ്പോൾ വിഗ്രഹങ്ങൾ സുഖസാഗരത്തിലേക്ക് കൊണ്ടുവന്നു. ക്ഷേത്രം ഗംഗാതടത്തോട് ലയിച്ചപ്പോൾ വിഗ്രഹങ്ങൾ ജാഹ്നവ മാതാവിന്റെ വിഗ്രഹത്തോടൊപ്പം സാഹേബഡാങ്ക ബേഡി ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആ സ്ഥലവും നശിച്ചതിനെ തുടർന്ന് മുകളിൽ പ്രതിപാദിച്ചതുപോലെ എല്ലാ വിഗ്രഹങ്ങളും ഇപ്പോൾ പാലപ്പാടയിൽ നിന്ന് 1 മൈൽ അകലെയുള്ള ചാന്തുഡെ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 40. तांडा पुत्र महाशय श्री कानु ताकुरा यांडा देहे रहे कृष्ण प्रेमार्थपुरा. तांडा पुत्र महाशय श्री कनु ठाकुरा यांडा देहे रहे कृष्ण प्रेमामृतपुरा. तांडा पुत्र महाशय श्री कानु ठाकुरा यांडा देहे रहे कृष्ण प्रेमामृतपुरा. गीतमाजी. ഹരേ കൃഷ്ണ. താൻജ പുത്ര അദ്ദേഹത്തിന്റെ പുത്രൻ മഹാശയ ബഹുമാന്യനായ ശ്രീ കാനു ഠാക്കുര ഞാൻ ആരുടെ ദേഹേ ശരീരത്തിൽ രഹേ നിലകൊണ്ടു കൃഷ്ണ പ്രേമാമൃതം. വിവർത്തനം. മഹാശയനായ ശ്രീ കാനു ഠാക്കൂർ പുരുഷോത്തമദാസ ഠാക്കൂറിന്റെ പുത്രനായിരുന്നു. മഹാഭക്തനായ അദ്ദേഹത്തിന്റെ ദേഹത്തിൽ കൃഷ്ണൻ സദാ വസിച്ചു. ഭാവാർത്ഥം ശ്രീല ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ അദ്ദേഹത്തിന്റെ അനുഭാഷ്യത്തിൽ എഴുതുന്നു, കാനു ഠാക്കൂറിന്റെ ആസ്ഥാനത്തേക്ക് പോകാൻ ബോട്ടിൽ ജിങ്കര ഗാച്ചാഗാഡ സ്റ്റേഷനിൽ നിന്ന് കബോതാക്ഷ നദിയിലേക്ക് യാത്ര ചെയ്യണം. അല്ലെങ്കിൽ ജിഗര കാച്ചാഗാഡ സ്റ്റേഷനിൽ നിന്ന് 2-2.5 മൈൽ പോകുന്ന പക്ഷം കാനു ഠാക്കൂറിന്റെ ആസ്ഥാനമായ ബോധഖാന കാണാൻ കഴിയും. സദാശിവന്റെ പുത്രൻ പുരുഷോത്തമ ഠാക്കൂറും അദ്ദേഹത്തിന്റെ പുത്രൻ കാനു ഠാക്കൂറുമായിരുന്നു. കാനു ഠാക്കൂറിന്റെ പിന്തുടർച്ചക്കാർ അദ്ദേഹത്തെ നാഗര പുരുഷോത്തമൻ എന്ന നാമത്തിലാണ് അറിയുന്നത്. കൃഷ്ണലീലയിൽ അദ്ദേഹം ദാമൻ എന്ന ഗോപബാലനായിരുന്നു. കാനു ഠാക്കൂർ ജനിച്ച ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ മാതാവ് ജാനവ മരണമടഞ്ഞതായി പറയപ്പെടുന്നു. കുട്ടി ജനിച്ച് 12 ദിവസമായപ്പോൾ നിത്യാനന്ദ പ്രഭു അവനെ ഘാഡദഹയിലെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി. ബംഗാളി വർഷം 942 AD 1535 കാനു ഠാക്കൂർ ജനിച്ചതെന്ന് തിട്ടപ്പെടുത്തിയിരുന്നു. രഥയാത്രാ ദിനത്തിലായിരുന്നു അത്രേ അദ്ദേഹത്തിന്റെ ജനനം. ജീവിതത്തിന്റെ പ്രാരംഭം മുതലേ മഹാഭക്തനായിരുന്നതിനാൽ നിത്യാനന്ദ പ്രഭു അദ്ദേഹത്തിന് ശിശു കൃഷ്ണദാസൻ എന്ന നാമം നൽകി.
5-ാം വയസ്സിൽ അദ്ദേഹം ജാനവ മാതാവിനോടൊപ്പം വൃന്ദാവനത്തിലേക്ക് പോയി. കാനു ഠാക്കൂറിന്റെ ഭാവലക്ഷണങ്ങൾ കണ്ട് ഗോസ്വാമിമാർ അദ്ദേഹത്തിന് കാനായി ഠാക്കൂർ എന്ന നാമം നൽകി. കാനു ഠാക്കൂറിന്റെ കുടുംബത്തിൽ പ്രാണവല്ലഭ എന്നറിയപ്പെടുന്ന ഒരു രാധാകൃഷ്ണ വിഗ്രഹമുണ്ട്. ചൈതന്യ മഹാപ്രഭുവിന്റെ ആവിർഭാവത്തിനും വളരെ മുമ്പ് മുതലേ അദ്ദേഹത്തിന്റെ കുടുംബം ഈ വിഗ്രഹത്തെ പൂജിച്ചിരുന്നതായി പറയപ്പെടുന്നു. ബംഗാളിലേക്ക് മഹാരാഷ്ട്രക്കാരുടെ പടയേറ്റം ഉണ്ടായപ്പോൾ കാനു ഠാക്കൂറിന്റെ കുടുംബം ചിതറിപ്പോയി. ആക്രമണത്തിന് ശേഷം ആ കുടുംബത്തിലെ ഒരു ഹരികൃഷ്ണ ഗോസ്വാമി ബോധഖാനയിലെ അവരുടെ ആദ്യ കുടുംബത്തിലേക്ക് വരികയും പ്രാണവല്ലഭ വിഗ്രഹം പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്തു. കുടുംബത്തിലെ പിന്തുടർച്ചക്കാർ ഇന്നും പ്രാണവല്ലഭന്റെ സേവനത്തിൽ മുഴുകുന്നു. കേദരി ഉത്സവവേളയിൽ ജാനവാദേവിയും വീരഭദ്ര ഗോസ്വാമിയും സന്നിഹിതരായപ്പോൾ കാനു ഠാക്കൂറും സന്നിഹിതനായിരുന്നു. കാനു ഠാക്കൂറിന്റെ കുടുംബത്തിലെ ഒരംഗമായിരുന്ന മാധവാചാര്യർ നിത്യാനന്ദ പ്രഭുവിന്റെ പുത്രി ഗംഗാദേവിയെ വിവാഹം ചെയ്തു. പുരുഷോത്തമൻ ഠാക്കൂറിനും കാനു ഠാക്കൂറിനും ബ്രാഹ്മണ കുടുംബങ്ങളിൽ നിന്ന് അനേകം ശിഷ്യന്മാരുണ്ടായിരുന്നു. കാനു ഠാക്കൂറിന്റെ ശിഷ്യ പിൻഗാമികളിൽ മിക്കവരും മിഡ്നാപൂർ ജില്ലയിലെ ശിലാവതി നദിയുടെ തീരത്തുള്ള ഗഡബേദ ഗ്രാമത്തിൽ ഇപ്പോൾ വസിക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതവദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശിവിശാഖാന്വിതാംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനി. നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതി നാമിനി. ശ്രീ വാഷഭാനവി ദേവി ദൈത്യായ കൃപാബ്ദയേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജലപ്രേമാഢ്യാരൂപാനുഗാ ഭക്തിദാം ഗൗരകരുണാശക്തിവിഗ്രഹായ നമസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തയേ ദീനതാരിണേ രൂപാനുഗാവിരുധവസിദ്ധാന്ത ദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാൽ വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംബോധേ പാദാംബുജേ തേ നമഃ. നമ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗാവരായതേ. ഗൗരാവിർഭവമേ സംനിർദ്ദിഷ്ടാ സജ്ജനപ്രിയാ വൈഷ്ണവസാർവഭൗമോ ശ്രീജഗന്നാഥായ തേ നമഃ. ശ്രീരൂപ സനാതന ഭട്ടരഘുനാഥ ശ്രീജീവ ഗോപാല ഭട്ടാദാസരഘുനാഥ യച്ചായ ഘോഷായ ഗൗരിചരൺ വന്ദൻ ജഹാമോത വിഘ്നാനാസ് അഭീഷ്ടപൂരൺ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ മഹോദന്യായ കൃഷ്ണപ്രേമപദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമ്നേ ഗൗരത്വശേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. ജയതാം സൃതോപങ്കോർമമ മന്ദമദേ ഗതേ മത്സർവസ്വപദാംബോജോ രാധാ മദനമോഹനൗ. ദിവ്യാവൃന്ദാരണ്യകൽപതിരുമതാം ശ്രീമദ്നാഗരസിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീരഗോവിന്ദദേവോ പ്രേഷ്ഠാലിഭി സേവ്യമാനോ സ്മരാമി. ശ്രീമൻ രാസരസാരംഭി വംശീ വടത്തടസ്ഥിതഃ കർഷൻ വേണുസ്വനേ ഗോപി ഗോപിനാഥ ശ്രീയേതു. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരീ വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതധാധര ശിവാസാദി ഗൗരവ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ ഹരേ.
നവദ്വീപേ പുരുഷോത്തമ പണ്ഡിത മഹാശയ നിത്യാനന്ദ നാമേയാൻ രാം മഹോന്മാദഹയ. Pushottama Pandita, a resident of Navadvipa, was the 8th Gopala. He would become almost mad as soon as he heard the holy name of Nityananda Prabhu. അപ്പോൾ നിത്യാനന്ദ പ്രഭുവിൻ്റെ സഹചാരികളും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ഉള്ള വർണ്ണനയാണ് ഈ അധ്യായത്തിൽ ഉടനീളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ധാരാളം ശിഷ്യന്മാരുടെ 21-23 ആയി തോന്നിപ്പോൾ. പക്ഷെ അതിലെ പലരും കൃഷ്ണൻ്റെ ഗോപന്മാരായിരുന്നു. അത് 12 പേര്, പ്രമുഖരായിട്ട് 12 പേരുണ്ടെന്ന് ഇവിടെ ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 12 പേര് ആരൊക്കെയാന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒന്നാമത്തെ നമുക്ക് നോക്കുകയാണെങ്കിൽ അഭിരാമ ഠാക്കുര. അദ്ദേഹത്തിൻ്റെ വേറെ പേരുണ്ട്, രാമദാസ് ആണെന്നുണ്ട്. അദ്ദേഹം വ്രജലിയിലെ ശ്രീധാമനായിരുന്നു. ആദ്യത്തെ ഗോപാലനായ ശ്രീധാമ. known for his intense ecstatic devotion, powerful whip. വളരെയധികം എന്താ പറയുക, ആനന്ദമയമായിട്ടുള്ള സേവനമാണ്, ആരാധനയാണ്. നമ്മൾക്ക് അതിൻ്റെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആകെ കൂടി ആനന്ദം വരും. അത്രയധികം മുഴുകിയിട്ടാണ്, ആരാധനയെ മുഴുകിയിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. അടുത്തത് സുന്ദരാനന്ദ ഠാക്കുര രണ്ടാമത്തെ ഗോപാലനായിട്ട് കണക്കാക്കുന്നു. സുദാമിയായിരുന്നു അദ്ദേഹം, വ്രജലിയിലെ സുദാമിയായിരുന്നു. അഗാധമായ കൃഷ്ണപ്രേമത്തിൽ എപ്പോഴും മുങ്ങിക്കുന്ന ആള്. പല അത്ഭുതങ്ങൾ പറയുമ്പോൾ ആത്യന്തികമായിട്ട് സാധാരണ ബോധ്യമായിട്ടുള്ള അത്ഭുതങ്ങളല്ല ഇവിടെ ഉദ്ദേശിക്കണം. അതീന്ദ്രിയമായിട്ടുള്ള അത്ഭുതങ്ങളാണ്, കൃഷ്ണ സംബന്ധമായിട്ടുള്ള അത്ഭുതങ്ങളാണ് അദ്ദേഹം എപ്പോഴും പ്രദർശിപ്പിച്ചിരുന്നു. അത് അങ്ങേറ്റം ഭക്തിയിൽ മുഴുകിയിരിക്കുമ്പോൾ കൃഷ്ണന്റെ ആവിർഭാവം, കൃഷ്ണൻ ദേഹത്തിൽ പ്രവേശിക്കും, അല്ലെങ്കിൽ കൃഷ്ണന്റെ ഇത് വരും, ഓർമ്മകൾ വരും. ഓർമ്മ വരുമ്പോൾ തന്നെത്താൻ പല കാര്യങ്ങളും, കൃഷ്ണ സംബന്ധമായിട്ടുള്ള പല അത്ഭുതങ്ങളും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കാണാൻ കഴിയും. അദ്ദേഹം ചിലപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുമായിരിക്കും. ഇതെല്ലാം അദ്ദേഹം പ്രദർശിപ്പിച്ചു. മൂന്നാമത്തെ ഉള്ളത് ധനഞ്ജയ പണ്ഡിത വ്രജലിയിലെ വസുധാമയായിരുന്നു. ആദ്യം ഉദാര മനസ്കനായിരുന്നു. എപ്പോഴും നിത്യാനന്ദ പ്രഭുവിൻ്റെ പ്രേമത്തിൽ ഇങ്ങനെ ലയിച്ചിരിക്കുന്ന ആളാണ് ധനഞ്ജയ പണ്ഡിതൻ. അടുത്തത് ഗൗരീദാസ പണ്ഡിത നമുക്കറിയാം, നിത്യാനന്ദ പ്രഭുവിൻ്റെ അദ്ദേഹത്തിൻ്റെ മക്കളെയാണ് നിത്യാനന്ദ പ്രഭു കല്യാണം കഴിച്ചത്. വ്രജലീലയിലെ അദ്ദേഹത്തിൻ്റെ പേര് സുബല എന്നായിരുന്നു. അംബിക കല്ലില് നിത്യാനന്ദ പ്രഭുവിൻ്റെയും ഗൗരംഗയുടെയും വിഗ്രഹങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. അതിനുശേഷം അഞ്ചാമത്തെ ഗോപാലൻ, രണ്ടാമത്തെ ഗോപാലനാണ് കമലാകര പിപ്പാളി. വ്രജലീലയിലെ അതിൻ്റെ പേര് മഹാബല. നിത്യാനന്ദ പ്രഭുവിന് പൂർണ്ണമായിട്ടും ശരണമടഞ്ഞിട്ടുള്ള അതിഘനമായിട്ടുള്ള ഭാവത്തിൽ നിൽക്കുന്ന ആളാണ് ഈ കമലാകര പപ്പാളി. ആറാമത്തെ വരുന്ന ഉദ്ധരാണ ദത്ത, സുബാഹുവായിരുന്നു അദ്ദേഹം. കുറെ ധനാഢ്യനായിട്ടുള്ള ഒരു കച്ചവടക്കാരായിരുന്നു അദ്ദേഹം. അത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ സകല സമ്പത്തും
ബിസിനസ്സിൽ കൂടെ, കച്ചവടത്തിൽ കൂടെ ആർജിച്ച സകല സമ്പത്തും അദ്ദേഹം നിത്യാനന്ദ പ്രഭുവിന്റെ കാൽക്കലെ കാഴ്ചവെക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് ഏഴാമത്തെ മഹേഷ പണ്ഡിത. മഹേഷ പണ്ഡിത എന്നുള്ളത് മഹാബാഹുവായിട്ട് കണക്കാക്കും. അദ്ദേഹം വളരെയധികം ഉദാരമനസ്കനാണ്. പക്ഷേ കീർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉന്മാദനായിട്ട് അദ്ദേഹം ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ വരുന്ന നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക പുരുഷോത്തമ ദാസ, അദ്ദേഹത്തിന്റെ സ്തോതകൃഷ്ണനാണ്. സദാശിവ കവിരാജന്റെ മകനാണ് അദ്ദേഹം. ഒമ്പതാമത്തെ വരുന്ന നാഗര പുരുഷോത്തമ. അദ്ദേഹം ഭഗവത്ഗീതയിലെ ദാമ എന്ന പേരാണ്. നവദ്വീപവാസിയാണ് അദ്ദേഹം. നിത്യാനന്ദ പ്രഭുവിന്റെ പേര് കേട്ട വഴിക്ക് തന്നെ അദ്ദേഹത്തിന് ഉന്മാദം ഉണ്ടാവും. പത്താമത് പരമേശ്വരി ദാസ. പരമേശ്വര ദാസ അല്ലെങ്കിൽ അർജുന. ഇവിടെ അർജുനൻ ഗോപനായിട്ട് അർജുനാണ്, അല്ലാതെ കുരുക്ഷേത്രത്തിലെ പാണ്ഡവനായിട്ടുള്ള അർജുനനല്ല. ഗോപനായിട്ടുള്ള അർജുനൻ വേറെയുണ്ട്. അദ്ദേഹത്തിനെയാണ് ഈ പരമേശ്വരി ദാസ. അടുത്ത് കാലകൃഷ്ണദാസ. കാലകൃഷ്ണദാസ 37 ശ്ലോകത്തിൽ പഠിച്ചു. ലവങ്ക എന്ന പേര്. നിത്യാനന്ദ പ്രഭുവിനൊക്കെ മുഴുവൻ ബംഗ്ലാദേശ് മുഴുവൻ ചുറ്റിക്കറങ്ങിയ ആളാണ് അദ്ദേഹം. അദ്ദേഹം വളരെയധികം പ്രചരണം നടത്തിയിട്ടുണ്ട് നിത്യാനന്ദ പ്രഭുവുമായി ചേർന്നിട്ട്. അതിനുശേഷം അവസാനത്തെ കോലവാച്ച ശ്രീധര, അത് വരാൻ പോണേയുള്ളൂ. കോലവാച്ച ശ്രീധര വളരെയധികം പാവപ്പെട്ട ഒരു നേന്ത്രയില അതൊരു പാത്രമാക്കിയിട്ട് വിൽക്കുക എന്നു അദ്ദേഹത്തിൻ്റെ തൊഴിൽ. ചൈതന്യ മഹാപ്രഭുവായിട്ട് അദ്ദേഹം കുറേ പാസ് ടൈംസ് ഉണ്ട്, അത് പറയാം. അങ്ങനെ 12 ഗോപന്മാര് അല്ലെങ്കിൽ 12 ഗോപാലന്മാര് 12 ഗോപാലന്മാര് ഇവിടെ വർണ്ണിക്കുന്നുണ്ട്. 34 ശ്ലോകത്തില് ബലരാമദാസ കൃഷ്ണപ്രേമ രസാസ്വാദി നിത്യാനന്ദനാമേ ഹയാ പരമാ ഉന്മാദി. ബലരാമദാസ എപ്പോഴും കൃഷ്ണപ്രേമത്തിൽ മുഴുകിയിരിക്കുന്ന ആളാണ്. നിത്യാനന്ദ പ്രഭുവിന്റെ പേര് കേട്ട വഴിക്ക് അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത സന്തോഷവും ഉണർവും ഒക്കെ ഉണ്ടാവത്തിന്. 55-30 ശ്ലോകത്തില് മഹാഭാഗവത യദുനാഥ കവിചന്ദ്ര യൻഹാര ഹൃദയ നൃത്യകരെ നിത്യാനന്ദ. മഹാഭാഗവതനായിട്ടുള്ള യദുനാഥ കവിചന്ദ്രനാണ് അദ്ദേഹം. അദ്ദേഹം രത്നഗർഭ എന്ന ആചാര്യന്റെ മകനാണ്. ഈ രത്നഗർഭ എന്നുള്ളത് ചൈതന്യ മഹാപ്രഭുവിന്റെ അച്ഛനായിട്ടുള്ള ജഗന്നാഥ മിശ്രയുടെ ചങ്ങാതിയാണ്. അദ്ദേഹത്തിന് രത്നഗർഭത്തിന് 3 കുട്ടികളുണ്ട്. കൃഷ്ണദാസ, ജീവ, യദുനാഥ കവിചന്ദ്ര. 3ാമത്തെ കുട്ടി യദുനാഥ കവിചന്ദ്ര. അദ്ദേഹമാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടത്. 10 ശ്ലോകത്തിൽ രാധേയാൻ രജന്മ കൃഷ്ണദാസ ദ്വിജവര ശ്രീ നിത്യാനന്ദരതേൻഹോ പരമാകിങ്കര. രാധ എന്ന പേര് ഉദ്ദേശിക്കുന്ന രാധാദേശ് എന്ന് ഉദ്ദേശിക്കുന്നത്. രാധാദേശ് ബംഗാളത്തിന്റെ ഭാഗമാണ്. ഗംഗ ഒഴുക്കാതെ ഒരു ഭാഗമായിട്ട് കണക്കാക്കണം. ഇവിടെ രാധാദേശ് എന്ന സ്ഥലം ഇപ്പോൾ ഇസ്കോൺ ഡിവോട്ടീസ് UAE സ്റ്റാർട്ട് ചെയ്യപ്പോൾ അധികം ബഹ്റിനിലോ തെറ്റാണ്, ബഹ്റിനാണോ അവിടെ രാധാദേശ് എന്നാണ് പറയുന്നത്. അതിൽ ഇദ്ദേഹം 21ാമത്തെ ശിഷ്യനാണ് കൃഷ്ണദാസ് ബ്രഹ്മചാരി.
ദ്വിജവര എന്ന് അദ്ദേഹത്തിന് പറയുന്നുണ്ട്. ദ ബെസ്റ്റ് ഓഫ് ബ്രാഹ്മണാസ്. നിത്യാനന്ദ പ്രഭുവിൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരു സെർവൻ്റാണ്, സഹായിയാണ് അദ്ദേഹം. അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു, കാലകൃഷ്ണാസ ബഡാ വിഷ്ണുവര പ്രധാന നിത്യാനന്ദ ചന്ദ്ര വിനു നഹി ജാനെ ആരാ. പിന്നെ കാലകൃഷ്ണാസാണ് വളരെ പ്രസിദ്ധനായിട്ടുള്ളൊരു ഭക്തനാണ് ചന്ദ്രമഹാപ്രഭുവിൻ്റെ. അദ്ദേഹം നമുക്ക് പഠിച്ചു. അദ്ദേഹം 9ാമത്തെ ഗോപാലനാണ് കാലകൃഷ്ണദാസ് എന്നുള്ളത്. അതേപറ്റി കുറച്ച് ദീർഘമായിട്ടുള്ള റിപ്പോർട്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം കാളിയ കൃഷ്ണദാസൻ പേരും അറിയപ്പെടുന്നുണ്ട്. ലവങ്ക എന്ന പേരാണ് അദ്ദേഹത്തിൻ്റെ ഗോവനായിട്ടുള്ള പേര്. ലവങ്ക കൃഷ്ണഗിരി വന്നത് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് എന്ന് പറയുന്നത് ആകൈഹത എന്ന് പറയുന്ന ഒരു ചെറിയൊരു കൊച്ചു ഗ്രാമമുണ്ട്. അത് ബുർദ്വാൻ ഡിസ്ട്രിക്റ്റ് അതിലെപ്പെട്ടാണ്. അതെങ്ങനെ എത്തണം എന്നുള്ളത് ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി അദ്ദേഹത്തിൻ്റെ അനുഭാഷയിൽ പറയുന്നുണ്ട്. 2 തരത്തിലെത്താം. ലാൻഡ് മാർക്സ് എപ്പോഴും നമ്മൾ നോക്കിയാൽ മതി. ലാൻഡ് മാർക്സ് എപ്പോഴും നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. ഒന്ന് റെയിൽവേ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ, പോസ്റ്റ് ഓഫീസ്, എല്ലാം 3 ഗവൺമെൻറ്റിൻ്റെതാണ്. അപ്പോൾ ഗവൺമെൻറ് ആകുമ്പോൾ അത് മാറില്ല, അത് അവിടെ ഇരിക്കും. നമ്മളിപ്പോൾ ഒരാൾ സ്ഥലം പറയുമ്പോൾ നമ്മൾ ഇന്ന സ്ഥലത്തിന് അടുത്താണെന്ന് പറഞ്ഞിട്ട് കുറച്ച് വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ അത് കണ്ടുവരില്ല. പക്ഷെ അതേ സമയത്ത് ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ആയിട്ടുള്ള പോലീസ് സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ, ഇവരെല്ലാം താൽക്കാലികമല്ല, അത് നിൽക്കും. അറ്റ്ലീസ്റ്റ് ഭൗതിക ലോകത്തെ സംബന്ധിച്ചോളം താൽക്കാലികമല്ല. എല്ലാം നശിക്കും അവസാനം. പക്ഷേ അതിന് കുറേ കൂടി ചില സാധനം കുറച്ചും കൂടി നീണ്ടു നിൽക്കും. അപ്പോൾ അതിൽപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് റെയിൽവേ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ എന്നെയും പറയുന്നത്. പോസ്റ്റ് ഓഫീസ്. അപ്പോൾ അവിടെ എല്ലാ മാസം ചൈത്രമാസത്തിൽ എല്ലാ വർഷവും ചൈത്രമാസത്തിൽ കാലകൃഷ്ണദാസിൻ്റെ പേരിൽ അതിൻ്റെ ഡിസപ്പിയറൻസ് ഡേ, തിരോഭാവം ദിവസം വളരെ നല്ല രീതിയിൽ ആഘോഷിക്കാറുണ്ട്. 3ാം ശ്ലോകത്തിൽ ശ്രീ സദാശിവ കവിരാജ ബഡ മഹാശയ ശ്രീ പുരുഷോത്തമദാസ താൻഹാര തനയ. പുരുഷോത്തമദാസിൻ്റെ മകനായിട്ടുള്ള 23-24 ഡിവോട്ടീസാണ് നിത്യാനന്ദന്റെ സദാശിവ കവിരാജ. അദ്ദേഹത്തിൻ്റെ മകൻ പുരുഷോത്തമദാസ. പുരുഷോത്തമദാസ എന്നുള്ള 10ാമത്തെ ഗോപാലനാണ്. അപ്പോൾ ഭക്തി സിദ്ധാന്ത സരസ്വതി 10ാം ശ്ലോകത്തിലെ കൃഷ്ണൻ വർണ്ണിക്കുന്നുണ്ട്. അജന്മാ നിഗമാ നിത്യാനന്ദേരചരണേ നിരന്തരാം ബാലിലീലാകരേ കൃഷ്ണസനേ. From birth, Purushottamadass was merged in the service of Lotus feet of Lord Nityananda Prabhu. അവിടെ പറയുന്നുണ്ട്, നിത്യാനന്ദ പ്രഭുവിൻ്റെ സേവയിൽ എപ്പോഴും നിൽക്കുന്ന ആളാണ്. ജന്മം മുതൽ തന്നെ അദ്ദേഹം മഹാഭാഗവനായിട്ട് കണക്കാക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ജന്മം എന്നുള്ള ഏതാണ്ട് ജന്മത്തെ വിട്ടില്ല വേണം 194 മുതൽ 200 വരെയുള്ള ശ്ലോകങ്ങളുണ്ട്. ഗൗണോപദേശ ദിവിയില് സദാശിവ കവിരാജന്റെ അച്ഛൻ കംസാരി സേന, അദ്ദേഹം രത്നവല്ലി എന്ന് പറയുന്ന കൃഷ്ണഗിരിയിലെ രത്നവല്ലിയായിട്ടുള്ള ഗോപിയായിരുന്നു. സദാശിവ കവിരാജന്റെ
എല്ലാ മെമ്പേഴ്സും, വീട്ടിലെ എല്ലാ മെമ്പേഴ്സും, സകല ആൾക്കാരും, എല്ലാവരും കൃഷ്ണഭക്തന്മാരാണ്. പുരുഷോത്തമദാസ സംടൈംസ് lived in Sugasagara near Chakadaha, Shimurli railway station. പുരുഷോത്തമദാസ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ ഡേറ്റീസും ഇപ്പോഴും ഭദ്രമാണ്. ഒരിക്കൽ ഗംഗാനദിയിൽ മുങ്ങിപ്പോയപ്പോൾ ജാനകി മാതാജിയുടെ വീട്ടിലേക്ക് ഇതിനെ കൊണ്ടുവരികയാണ്. All the deities are now situated in the village called Chandugrama, which is situated 1 mile from Palapada as the Furbo. ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലം എന്നത് ചാന്ദുലി ഗ്രാമ എന്ന സ്ഥലത്താണ് ഇപ്പോഴത്തെ വിഗ്രഹങ്ങളായിരിക്കുന്നത്. അപ്പം ശ്ലോകത്തിൽ പ്രകാശിക്കുന്നത് കാനു താക്കുര, കാനു തൻഹര പുത്ര കാമാശയ ശ്രീ കാനു താക്കുര യാണ്ടാദേഹേ രഹേ കൃഷ്ണ പ്രേമാമൃത പുര. അപ്പോൾ കാനു ടാക്കൂർ ആരുടെ മകനാണ്? പുരുഷോത്തമദാസ് ഠാക്കൂറിന്റെ മകനാണ്. പുരുഷോത്തമദാസ് ആരുടേതാണ്? സദാശിവൻ ആരുടെ മകനാണ്? കംസാരി സേന എന്നുള്ള ചിത്രവലി എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടില്ല. രാധാറാണിയുടെ അതേ അത് നിൽക്കുന്ന ആളാണ് ചിത്രവലി. അപ്പോ ചന്ദ്രവലി വളരെ പ്രസിദ്ധയാണ്. ചന്ദ്രവലിയുടെ ഒരു അഷ്ടസഖ്യ അമ്പലം തന്നെ മൃഗാനത്തിലുണ്ട്. രാധാറാണിയുടെ ഒരു കോമിറ്ററായിട്ട് കണക്കാക്കാം. എന്താ പറയുക? രത്നവല്ലി അല്ല, ചന്ദ്രവല്ലി പറയുന്നുണ്ട്. രത്നവല്ലിയാണ്. ചന്ദ്രവലി പക്ഷെ എവിടെയോ പറയുന്നുണ്ട്. കൺഫ്യൂഷൻ ആയതായിരിക്കും. രത്നവല്ലി തന്നെയാണ്. അപ്പോ കംസാരി സേനയുടെ മകനാണ് സദാശിവന്റെ മകൻ പുരുഷോത്തമന്റെ മകനാണ് കാനു താക്കുറ. കാനു താക്കുറയുടെ സ്ഥലം മാറ്റി പറയുന്നുണ്ട്. പേര് നമ്മൾ ബംഗാളി പേരുകളാണ്, പെട്ടെന്ന് നമുക്ക് നാവിൽ പെട്ടെന്ന് വഴങ്ങില്ല. കപോടാക്ഷ എന്ന് പറയുന്ന കപോടാക്ഷ നദിയുടെ അടുത്താണ് ഇതിന്റെ സ്ഥലം. കാനു താക്കൂറിന്റെ വംശാവലി, അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കാര് നാഗര പുരുഷോത്തമ ഈസ് നോൺ ആസ്, അദ്ദേഹത്തിനെ നാഗര പുരുഷോത്തമ എന്ന പേരിൽ അറിയുന്നത്. നഗര പുരുഷോത്തമ. ദമ എന്ന പേരിലാണ് അദ്ദേഹത്തിന്റെ കൃഷ്ണലീലയിലെ ദമായായിരുന്നു. ദാമ ജനിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ അമ്മ ജാൻവി മൃതിയടഞ്ഞു. അദ്ദേഹത്തിന്റെ 12 വയസ്സുള്ള 12 ദിവസം പ്രായമായപ്പോൾ നിത്യാനന്ദ പ്രഭുവിന് അദ്ദേഹത്തിനെ ഘടാദാഹം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ 1535 AD ഇദ്ദേഹത്തിന്റെ ജനനം ഉണ്ടായത്. അപ്പോൾ 1534 ചൈതന്യ മഹാപ്രഭു തിരോഭാവം. അപ്പോൾ അതിനുശേഷമാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ ഇന്ന് മനസ്സിലാക്കാൻ പറ്റും ചൈതന്യ മഹാപ്രഭുവിന്റെ തിരോഭാവത്തിന് ശേഷം നിത്യാനന്ദ പ്രഭു പ്രീച്ച് ചെയ്തിരുന്നു. കുറെ കാലം കൂടി പ്രീച്ച് ചെയ്തിട്ടുണ്ടാവും വ്യക്തമാണെന്ന്. ശരി, ജീവ ഗോസ്വാമിക്ക് ബംഗ്ലാദേശ് ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇത് നവദ്വീപ പരിക്രമം ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ 1535 1535 ചൈതന്യ മഹാപ്രഭു തിരോഭാവം കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിട്ടത് അദ്ദേഹത്തിന്റെ ജനനം രഥയാത്രാ ദിവസമാണെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് നിത്യാനന്ദ കൊടുത്ത പേരാണ് ശിശു കൃഷ്ണദാസ. അദ്ദേഹത്തെ 5 വയസ്സുള്ളപ്പോൾ വൃന്ദാവനത്തിൽ കൊണ്ടുപോയി. വൃന്ദാവനത്തിൽ അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ സിംറ്റംസ് എപ്പോഴും രാഗ ഭക്തിയിലാണ് അദ്ദേഹം. അത് കാണുമ്പോൾ ഷഡ്ഗോസ്വാമിയുടെ അദ്ദേഹത്തിന്റെ പേര് കാനായി താക്കൂർ നമുക്ക്. കാനായി താക്കൂറിന്റെ ഫാമിലിയിലെ രാധാകൃഷ്ണൻ ഡേറ്റി ഉണ്ട്. അത് വളരെ പഴയ ചൈതന്യ മഹാപ്രഭു എന്നേക്കാൾ മുമ്പുള്ള ഡേറ്റിയാണ്.
അതിൻ്റെ ശേഷം മഹാരാഷ്ട്രക്കാര് ബംഗാളിനെ ആക്രമിച്ചപ്പോൾ ഇത് ചിന്നിച്ചിതറി ഇവരുടെ എല്ലാം. പക്ഷെ അത് വീണ്ടും തിരിച്ചെടുത്ത് ഹരികൃഷ്ണ ഗോസ്വാമി എന്ന ഇവരുടെ പിൻഗാമി അവരുടെ ഒറിജിനൽ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. പ്രണവല്ലഭ ഡെയ്റ്റി ഇപ്പോഴും പ്രണവല്ലഭ ഡെയ്റ്റിയിലെ സേവ അതിൻ്റെ വീട്ടുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വേറെ കാര്യം പറയുന്നത് വെച്ചാൽ കേട്വാരി എന്നുള്ള വലിയ ഫെസ്റ്റിവൽ, നരതോദാസ എന്നൊക്കെ വലിയ ഫെസ്റ്റിവൽ, ഭയങ്കര ഒരു കീർത്തൻ സമ്മേളനമാണ് കേട്വാരി ഫെസ്റ്റിവൽ. ആ ഫെസ്റ്റിവലിൽ ജാൻവി മാതാജിയും അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള വീരഭദ്ര ഗോസ്വാമിയെ പറ്റി നേരത്തെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. തുടക്കം തന്നെ വീരഭദ്രനെ പറ്റി പറയുന്നുണ്ട്. നിത്യാനന്ദ പ്രഭുവിൻ്റെ മകനാണ്, നിത്യാനന്ദ പ്രഭുവിൻ്റെ ഭാര്യയാണ് ജാൻവി. പക്ഷേ ജാൻവിയുടെ മകനല്ല, ജാൻവിയുടെ സിസ്റ്ററായിട്ടുള്ള വസുധേൻ്റെ കുട്ടിയാണ് വീരഭദ്ര ഗോസ്വാമി. അവർക്ക് നിത്യാനന്ദ പ്രഭുവിനെ ഗംഗാദേവി എന്ന് പറഞ്ഞ മകളുണ്ട്. ഈ ഗംഗാദേവി കല്യാണം കഴിക്കുന്നത് കാനു താക്കറുടെ വീട്ടിലത്തെ ഒരു അംഗമായിട്ടുള്ള മാധവാചാര്യനാണ്. ഇപ്പോഴും പറയുന്നുണ്ട് ധാരാളം കാനു ഠാക്കൂറിൻ്റെ ധാരാളം ശിഷ്യന്മാര് അല്ലെങ്കിൽ പിൻഗാമികള് ഗഡഭേഷ്ട എന്ന് പറയുന്ന സ്ഥലത്ത് അമ്പലത്തിൽ ഗ്രാമത്തില് ഇപ്പോഴും വസിക്കുന്നുണ്ട്. അവരെപ്പോഴും സേവ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ പറ്റും ബംഗാളിൽ ഉടനീളം ഈ ഭക്തന്മാരുണ്ടായിരുന്നു. ബംഗാളിന്റെ ഓരോ മുക്കിലും മൂലയിൽ നിന്ന് നോക്കാൻ പറയാം. നിത്യാനന്ദ പ്രഭുവിന്റെ ശിഷ്യന്മാരോ അല്ലെങ്കിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ ശിഷ്യന്മാരൊക്കെ ആയിട്ട് അവരുടെ വംശാവലി, അവരുടെ ശിഷ്യന്മാര് നമ്മുടെ ഇതന്നെയാണ് നമ്മുടെ സബ്ജക്റ്റ്. അതാണല്ലോ ചൈതന്യ മഹാപ്രഭുവിന്റെ ആ വൃക്ഷത്തിന്റെ ബ്രാഞ്ച് ശാഖകളും എല്ലാം കൂടി വൻപിച്ചൊരു വൈഷ്ണവ സേവന തന്നെ, വലിയ സേന തന്നെ നമുക്ക് നിരത്താൻ പറ്റും. അപ്പോൾ നമ്മളും ഏതാണ്ട് ഇതിൻ്റെ ഭാഗമാണ്. രൂപഗോസ്വാമിയുടെ ഭാഗമാണ് നമ്മൾ, രൂപഗോസ്വാമിയുടെ ബ്രാഞ്ചിൻ്റെ ഭാഗമാണ് നമ്മൾ. അതുകൊണ്ട് നമ്മളെ രൂപാനുഗ, ഇസ്കോണത്തെ ആൾക്കാരെല്ലാം രൂപാനുഗ എന്ന് പറയും, രൂപഗോസ്വാമിയുടെ അനുഗാമികളായിട്ട്. അപ്പോൾ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തമമായ ഭക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ചൈതന്യ മഹാപ്രഭു എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് ലെവലിലുള്ള ഭക്തിയെ പറ്റി മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അത് ഇവർക്കും കൈവശമാകണം എന്ന ഉദ്ദേശത്തിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. കാരണം ഇതേ ഉദ്ദേശമാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ വളരെയധികം ഉദാരമനസ്സനായിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള കൃഷ്ണപ്രേമം എന്നുള്ളത് വളരെയധികം നിസ്സാരമായിട്ട് ആൾക്കാർക്ക് കൊടുക്കുകയായിരുന്നു. അതാണ് ചൈതന്യ മഹാപ്രഭു ഏറ്റവും മോസ്റ്റ് ജനറസ്. നമ്മുടെ കയ്യിലൊരു മൂല്യമായ സാധനം ഉണ്ടെങ്കിൽ അതിന് മാക്സിമം നമ്മൾ എന്താ പറയുക വില കാണിച്ചുകൊണ്ട് മറ്റുള്ള കാട്ടിൽ ഇംപ്രഷൻ ഉണ്ടാക്കണം. എന്താണ് അത് കിട്ടിയ ഭയങ്കര ഭാഗ്യമാണ്, അതിലേക്ക് നമ്മൾ ചെയ്തു. പക്ഷേ ഇതങ്ങനെ വളരെ ഔദാര്യമായിട്ട് കൃഷ്ണപ്രേമം കാണിച്ചു കൊടുക്കുന്ന മഹാപ്രഭു മറ്റാരുമല്ല, കൃഷ്ണൻ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ. വാഞ്ചാ കൽപതരുശ്ച കൃപാസിന്ധുഭ്യേവ ച പതനാം പാവനി.